ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിൽ പച്ചക്കറി ഒന്നും ഇല്ലാതെ നമ്മൾ ഇരിക്കുന്ന ഒരു സമയത്തുണ്ടല്ലോ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചോ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 വത്തലമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് മതി കേട്ടോ തേങ്ങ. 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ വെള്ളമയൊന്നും മാറി വരത്തില്ല, അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയാണ് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. എരിവിനുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. വേറൊന്നുമല്ല, സവോളയാണ്. മിക്കവാറും എല്ലാ വീട്ടിലും കാണുമല്ലോ സവോള. പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ, ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ഒരു തോരനാണ് കേട്ടോ. സവോള ഞാനിവിടെ ഒരു 7 സവോള എടുത്തിട്ടുണ്ട്. ചെറിയ സവോളയായിരുന്നു, ഒരു 7 എടുത്തിട്ടുണ്ട്. 2-3 ഒക്കെ മതി. ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അതിൽ കൂടുതലൊന്നും വേണ്ട. സവോളയുടെ ക്രിസ്പിനെസ് ഒന്നും അധികം പോവണ്ട കേട്ടോ, എന്നാൽ വെന്ത് കിട്ടുകയും വേണം. ആ ഒരു പരുവത്തിന് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ദാ കറിയും തയ്യാറായി കഴിഞ്ഞു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു കറിയാണ്. രാവിലെ ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനോ ഒക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.